വചനം, ദൈവത്തിന്റെ വചനം, ജീവനുള്ള വചനം, ആത്മാവിൻ നിറവാ വചനസന്ധ്യ, വചനസന്ധ്യ, വചനസന്ധ്യ. യേശുക്രിസ്തുവിന്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനസന്ധിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ചയുടെ ഏവെങ്കിലിനെ ആസ്പദമാക്കിയുള്ള ജീവന്റെ വചനം, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 17-ാം വാക്യം. യേശു ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ന്യായപ്രമാണത്തിൽ ഒരു വള്ളി അല്ല, ഒരു വാക്കുകൾ പോലും മാറിപ്പോകുന്നതിനേക്കാൾ ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകുന്നതായിരിക്കും നല്ലതെന്ന്. ഒരു പുതിയ യുഗത്തെ പറ്റി ക്രിസ്തു പഠിപ്പിക്കുകയാണ്. പ്രകാശത്തിന്റെ യുഗം, പ്രത്യാശയുടെ യുഗം, എല്ലാത്തിനും ഉപരിയുമായി ഗ്രേസിന്റെ യുഗം, കൃപയുടെ യുഗം എന്ന് പറയും. യുഗത്തിന്റെ ആരംഭവും അവസാനവും നാഥനും രക്ഷകനും യേശുവാണെന്ന് പഠിപ്പിക്കുകയും അവനിൽ മാത്രമാണ് ആശ്രയം. ലോകവും യേശുവും രണ്ട് തുലാസിൽ തൂക്കി കൊണ്ടുപോകാൻ പറ്റിയതല്ല. യേശുവിനെ അനുസരിക്കുന്നവർ 100% അവന്റെ വചനം അനുസരിക്കണം. എന്തുകൊണ്ടെന്നാൽ അവനത്ര ലോകത്തിന്റെ സൃഷ്ടികർത്താവൻ, അവനുണ്ടാക്കിയ ജീവിത മാനുവലാണ് അവന്റെ വചനങ്ങൾ എന്ന് പറയുന്നത്. ക്രിസ്തു പഠിപ്പിക്കുന്നു, യോഹന്നാൻ വരെ ന്യായപ്രമാണവും പ്രവാചകന്മാരും പൂർത്തീകരിക്കപ്പെടുന്നു. ഇതാ ലോകത്തിന്റെ നാഥൻ മനുഷ്യനായി അവതരിച്ച് ഞാൻ ഇതാ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ് എന്താണ് പാപമെന്നും. അതിനുദാഹരണം ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. വ്യഭിചാരം ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന്, സ്വന്തം ഭാര്യയെ ഉപേക്ഷിക്കുന്ന വേറൊരുത്തിയെ പരിഗ്രഹിക്കുന്ന വ്യഭിചാരമെന്നും, അതുപോലെ ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്ന ഒരു വ്യഭിചാരമെന്നും പഠിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള ലോകത്തിൽ നിന്നുള്ള മോചനം ലഭിക്കുവാൻ അവരിൽ ആശ്രയിക്കണം, മനുഷ്യരിൽ ആശ്രയിക്കരുത് എന്ന്. വചനങ്ങൾ ഇങ്ങനെയാണ് തുടർന്നു പോകുന്ന. 2 യജമാനന്മാരെ ഒരു ദാസന് സേവിക്കാൻ കഴിയുകയില്ല. ഒന്നുകിൽ ദൈവത്തെ സേവിക്കും, അല്ലെങ്കിൽ ലോകത്തെ സേവിക്കും. ക്രിസ്തു പഠിപ്പിക്കുകയാണ്, ലോകത്തെ സേവിക്കുക, അവന്റെ അന്ത്യം അതിദാരുണമായിരിക്കും, ഈ ലോകത്തും വരും ലോകത്തും. അതുകൊണ്ട് യേശുവിൽ ആശ്രയിക്കണമെന്ന് പറയുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 12-ൽ പറഞ്ഞ പ്രകാരം വേറെ ഒരുവിനും രക്ഷയില്ല. ആകാശത്തിന് കീഴില് മനുഷ്യജാതിക്ക് രക്ഷിക്കപ്പെടുവാൻ അവന്റെ നാമം, യേശുവിൻ നാമം മാത്രമുള്ളൂ എന്ന് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ കേട്ടിട്ട് കാണും, ലൈഫ് സ്കിൽ ഡെവലപ്മെന്റ് ഉപജ്ഞാതാക്കളായ പോൾ ബർഗ് സ്റ്റോമും അദ്ദേഹത്തിന്റെ ഭാര്യ ജൂഡിയുടെയും ജീവിത അനുഭവങ്ങള്. പോൾ ബർഗ് സ്റ്റോം വലിയ സെലിബ്രിറ്റി ആയിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിത കല്യാണത്തിന് ശേഷം ആദ്യ ആഴ്ചയിൽ തന്നെ വൈഫിനെ അബ്യൂസ് ചെയ്യുന്ന മേഖലകളിൽ ആൽക്കഹോളിക് അഡിക്റ്റ് ആയി തീരുകയാണ്. വീണ്ടും അത് 16 വർഷം നീണ്ടു നിന്നു. കുട്ടികളുണ്ടായിട്ടും കുട്ടികളെ പോലെ അബ്യൂസ് ചെയ്യുകയും അവനെ 16-ാം വർഷം കഴിഞ്ഞപ്പോഴേ ജൂഡി ആ വിവാഹ ബന്ധത്തിൽ വേർതിരിച്ച് പുറത്തു പോവുകയാണ്. വീണ്ടും അദ്ദേഹം തന്റെ അബ്യൂസ് തുടർന്നിരുന്നു. അനേക സ്ത്രീകളുമായി ബന്ധപ്പെട്ടിരുന്നു. അവസാനം ഒരു സ്ത്രീ ഇതാ ഒരു ത്രട്ടനിങ് ഫോർ ദ മർഡർ എന്നതിനെ കേസ് കൊടുക്കുവാൻ തയ്യാറായപ്പോൾ അദ്ദേഹം മുട്ടിമേൽ വീണ് യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു. കൗൺസിലിന് പോയി മാനസാന്തരപ്പെട്ട് അനേക വർഷങ്ങളെടുത്തു പേരുകൾ വീണ്ടും കിട്ടുവാനും നല്ല ജീവിതം തുടരുവാനുമായിട്ട്. അവസാന ജീവിതം യേശുവിൽ ഒരു പുതിയ ജീവിതം കണ്ടെത്തിയപ്പോൾ നഷ്ടപ്പെട്ടു പോയ ഭാര്യ മക്കളോട് തിരിച്ചു വന്ന് പുതിയ ജീവിതം ആരംഭിക്കുകയും അദ്ദേഹമാണ് അതിനുശേഷം ആരംഭിച്ചതാണ് ലൈഫ് സ്കിൽ ഡെവലപ്മെന്റ് ഫോർ ഓൾ ദ ഫാമിലി അബ്യൂസ് പീപ്പിൾ. അതിൻ്റെ പ്രകടനങ്ങൾ, അതിൻ്റെ പ്രകാശങ്ങൾ ഇന്നും ലോകം കാണുകയാണ്. ഞാൻ നിർത്തുകയാണ്. ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ഇങ്ങനെ വീണ്ടും സാക്ഷീകരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 17-ാം വാക്യം. ന്യായപ്രമാണത്തിൽ നിന്ന് ഒരക്ഷരം മാറിപ്പോകുന്നതിനേക്കാൾ നല്ലത് ആകാശവും ഭൂമിയും മാറിപ്പോകുന്നതാണ് നല്ലതെന്ന് ക്രിസ്തുവിൻ വചനം. തലകളെ വണക്കി പ്രാർത്ഥിക്കാം. യേശു എന്ന് ഞങ്ങളുടെ രക്ഷകനും കർത്താവും. ഈ വചന ശുശ്രൂഷയില് നിന്റെ ആത്മാവിനാൽ നാഥ നീയാണ് ലോകത്തിൽ രക്ഷപ്പെടുവാൻ ഏകമാർഗം. യേശുവേ, നിന്നിൽ മാത്രമാണ് അഭയമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിന്നിലാണ് തകർന്നടഞ്ഞതായ ജീവിതത്തിന് പുതിയ ജീവനും പ്രത്യാശയും നൽകുന്നത്. അതുകൊണ്ട് ആകാശത്തിന് കീഴിൽ രക്ഷിക്കപ്പെടുവാൻ തന്നിരിക്കുന്ന ഏകനാമത്തിൽ നിന്റെ മക്കൾ ആശ്രയിക്കുന്നു. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജനസംഖ്യ